കളി ഇപ്പൊ സപ്പോസ് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ 6 മണിക്കൂർ 7 മണിക്കൂർ ഒരു പരസ്യം തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു 30 പ്രാവശ്യം വരും അല്ലെ. അതതിന്റെ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി കോൾഗേറ്റ് ഓക്കെ പല്ലിൻ കോടുകളിൽ നിന്നും മുക്തി മനസ്സിലായി. പിന്നെയും പിന്നെയും പിന്നെ ഇത് കാണിക്കുന്നത് എന്തിനാ? നിങ്ങൾ വിചാരിക്കും ആദ്യം കാണാത്തവർക്ക് പിന്നെ കാണാനല്ല, കണ്ടവർ തന്നെ പിന്നെയും കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും പിന്നെയും കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ എന്താ പറയുക ബ്രെയിനിന്റെ പവർ എന്ന് പറഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യം റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അതിലേക്ക് നമ്മുടെ ഫോക്കസ് അതിലുണ്ടാവും. നമുക്ക് അത് നമ്മുടെ ബ്രെയിനിനകത്ത് നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കുറെ കാര്യങ്ങളാണ് നമ്മളിവിടെ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എനിവേ, വെൽക്കം ടു റീഇഗ്നൈറ്റ് വൺസ് അഗൈൻ. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആസ് യൂഷ്വൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇതാണ് യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ തറങ്ങി തിരിച്ച ഒത്തിരി ആൾക്കാരുണ്ട്, അല്ല ചെയ്യാൻ തീരുമാനിച്ച കുറെ ആൾക്കാരുണ്ട്. പക്ഷെ പലരും ചെയ്തിട്ടില്ല, പലരും ചെയ്യാൻ തീരുമാനിച്ചല്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ആവേശമായിരിക്കും. അങ്ങ് ഇറങ്ങുന്ന ആ മൊമെന്റിൽ അല്ലെങ്കിൽ ഇറങ്ങി കഴിയുമ്പോഴാണ് ഈ സംശയങ്ങൾ വരുന്നത്. അത് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് സംശയങ്ങൾ എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ചെറുപ്പത്തിൽ പല ബിസിനസ്സും തുടങ്ങാനായിട്ട് ഇറങ്ങിയാണ്. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടെ മിനറൽ വാട്ടർ ഒക്കെ ഇവിടെ വരുന്നതിന്റെ ആ സമയത്ത് മിനറൽ വാട്ടറിന്റെ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ മിനറൽ വാട്ടറിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ ഹാൻഡ്മെയ്ഡ് പേപ്പർ അതിനെക്കുറിച്ച് പഠിക്കാൻ പോണ്ടിച്ചേരി പോകുന്നു, അതിനെക്കുറിച്ച് പഠിക്കാൻ റിസർച്ച് ചെയ്യുന്നു. എത്ര വർഷം? ഒരു 10-27 വർഷം മുമ്പാണ്, 30 വർഷം മുമ്പാണ്. 30 വർഷം മുമ്പ് നമ്മൾ ഇത്രയും പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ ഇതിനൊന്നും നമ്മൾ പലപ്പോഴും ഇറങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് സംശയങ്ങളാണ്. ഇറങ്ങിയാൽ എന്താവും, ശരിയാവോ, ജോലി പോവോ, ജോലിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. ഈ ബിസിനസ്സിനകത്ത് തുടങ്ങുന്ന സമയത്തിനേക്കാളും കൂടുതൽ ഒരു 6 മാസം കഴിയുമ്പോഴാണ് മനുഷ്യന് സംശയങ്ങൾ കൂടുന്നത്. ഇത് നടക്കുമോ എന്നുള്ള സംശയം കൂടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ഈ ബിസിനസ് തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രിയിൽ ആദ്യം വന്നപ്പം 23 പേരെ പ്ലാൻ കാണിച്ചിട്ടാണ് ഒരാൾ എന്നോട് ജോയിൻ ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ട്. ഞാൻ അന്നൊരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. ഞാൻ തന്നെ എന്നോട് ചോദിച്ചൊരു ചോദ്യം, എനിക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാണ്. പക്ഷെ എന്തോ എന്റെ മനസ്സ് പറയുന്നത് ഇതിനകത്ത് എന്തോ ഒരു നന്മയുണ്ട്, ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ ഡിസ്കസ് ചെയ്ത പോലെ അയാൾ എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ശരിക്കും പറഞ്ഞാല് എന്നോട് മനോജ് ഒരു ജോലി ചെയ്തിരുന്നെങ്കിൽ ചെയ്യുന്നതോ ഈ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു ജോലി ചെയ്തിരുന്നെങ്കിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയേനെ, പക്ഷെ ഇത്തരം വരുമാനം എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല. ജീവിതത്തിൽ ഫ്രീഡം ഉണ്ടായേനെ, ജോലി ചെയ്തിരുന്നെങ്കിൽ അത് ഉണ്ടാവില്ല. ഇതിനകത്ത് ഇത്ര ഫ്രീഡം ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന് വില മതിക്കുന്നത്. ഏറ്റവും കുറഞ്ഞത് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. ചിലർക്ക് വരുമാനം കൊണ്ട് 10,000-ങ്ങൾക്ക് ചിന്തകളിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് എന്റെയും കൂടെ ഒരു പ്രവൃത്തി സാധിച്ചു. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അല്ല ഞാൻ ഉണ്ടാക്കിയ വീടോ കാറോ ഒന്നും അല്ല. ഒരുപക്ഷെ വീടോ കാറോ ഒക്കെ നമുക്ക് ലോട്ടറി അടിച്ചാലും ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് മോശമാണെന്നല്ല, അത് ആവശ്യമല്ലെന്നല്ല. എനിക്ക് നിങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹമുണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല കാറുകൾ മേടിക്കാനും. വീട് എന്തായാലും ഇതിനപ്പുറത്തേക്ക് ഇനി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഞാൻ ആ ആഗ്രഹം മാറ്റി നമുക്ക് വീടുകൾ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞാനല്ലേ മാത്രമായി 4,600 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ഞാനല്ലേ, ഇത് കൂടാതെ വേറൊരു വീട്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് വീടിനെ കുറിച്ച് അല്ലേ കൂടുതലും യാത്രകള്, മറ്റുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തില് പല പല നേട്ടങ്ങളും ഇതിന്റെ മുമ്പിൽ ഒന്നുമല്ല. അതായത് നമ്മള് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ഹസ്ബൻഡും വൈഫും ജോലി ചെയ്ത് കുട്ടികളെ പഠിപ്പിച്ചു എന്ന് പറയുന്നതിന് അപ്പുറത്തേക്കാണ് നമ്മൾ കാരണം ആരുടെയെങ്കിലും വീട്ടില് കുറച്ച് വരുമാനം എത്താം. നിങ്ങളും നാളെ അനുഭവിക്കാൻ പോകണം, അല്ലെ നിങ്ങൾ ലീഡേഴ്സ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് STC എന്റെ പോലെ ലീഡേഴ്സ് ഓരോരുത്തരും ചോദിച്ചാല്, ഈവൻ DTCയോ TC ലെവലിലുള്ള ആൾക്കാരുടെ പോലും ചോദിച്ചാല് അവർ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നമ്മൾ കാരണം ആരുടെയെങ്കിലും ഒക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ കാരണം ആരുടെയെങ്കിലും ചിന്തകളിൽ മാറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിനൊന്നും ഒരിക്കലും വിലയിടാൻ പറ്റില്ല. സോ ഇന്ന് ഇവിടെ പക്ഷെ നമ്മുടെ ടോപ്പിക് ഇതാണ്, യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട്. അത് ഈ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഡൗട്ട്സ്, സംശയങ്ങളെ കുറച്ച് കഴിഞ്ഞാൽ മിച്ചം വരുന്നതാണ് നിങ്ങളുടെ റിയാലിറ്റി. ഈ സംശയം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വയം ഉണ്ടാകുന്നുണ്ട്, നമ്മളിൽ ഇഞ്ചക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മളെ സ്വാധീനിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. സംശയം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട എന്താ പറയുക, നമ്മളെ വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ സംശയങ്ങൾ നമ്മുടെ മനസ്സിലിടാനായിട്ട് താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാ മേഖലയിലും ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാലുണ്ട്. ഈ പൊളിറ്റിക്സിനകത്ത് നിങ്ങൾ നോക്കിയാൽ ഒരു പുകമറ സൃഷ്ടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് ബിസിനസ്സുകളിലുണ്ട്, അത് എല്ലാ തലങ്ങളിലും ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞാൽ വലിയ വലിയ കോർപ്പറേറ്റ് ലെവലിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതിശയം വരും. ഞാൻ എന്റെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നത്, അല്ലെങ്കിൽ ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക്
ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഉൾക്കൊള്ളിലാണ്. കാരണം വെച്ചാല് ഒരാളെ താത്തിയിട്ട് മറ്റൊരാൾക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസമാണ് പലരെയും നയിക്കുന്നത് തന്നെ. നമ്മുടെ ബിസിനസ് മാത്രം അതിന് ഓപ്പോസിറ്റ് ആണ്, വേറൊന്നുമല്ല. ഇതിനകത്ത് ആരെയും നമ്മൾ താഴ്ത്തേണ്ട ആവശ്യമില്ല നമുക്ക് വിജയിക്കാനായിട്ട്. അങ്ങനെയല്ലേ ഇതിനകത്തുള്ള, അതല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിനകത്ത് വന്നു കഴിയുമ്പോൾ, ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് സീലിംഗ് അച്ചീവർ ആയേക്കാം, പെട്ടെന്ന് സിൽവർ ആയേക്കാം, സോറി ഡയമണ്ട് ആയേക്കാം, പെട്ടെന്ന് ഇതായേക്കാം. എന്നോട് ചോദിച്ച ആൾക്കാരുണ്ട്, സാറിന്റെ എത്ര പെട്ടെന്ന് ഡയമണ്ട് ആകാത്തത്, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യേ, മേ ബി എന്റെ കഴിവ് ഇത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ അത് മോശമാണെന്നൊന്നും അല്ല. 3.5 വർഷം കൊണ്ട് ITC ആയ ഒരു ടീമും, സീറോയും തുടങ്ങി 3.5 വർഷം കൊണ്ട് ITC ആയ ഒരു ടീമും സക്സസ്ഫുള്ളി അല്ലാതെ ഇന്ത്യയിൽ ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കുക. നമ്മൾ അത്യാവശ്യം സ്പീഡിൽ പോയത് തന്നെയാണ്, അതിനെക്കുറിച്ചൊന്നും ഒരു സംശയമില്ല. മേ ബി അതിനേക്കാളും ജോയിൻ ചെയ്ത സമയത്ത് ആയ ആൾക്കാരുണ്ടാവും. പക്ഷെ അവര് ഈ മൈ ലൈഫിന് മുമ്പുള്ള 11 വർഷം മുമ്പത്തെ ഒരു ബിസിനസ്സുമായിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത ആൾക്കാർ, അല്ലാതെ സീറോയിൽ തുടങ്ങി 3.5 വർഷം കൊണ്ട് ITC ആയതും സീറോയിൽ തുടങ്ങി 3 വർഷം കൊണ്ട് ജാഗോർ മേടിച്ച ആരും മൈ ലൈഫിലില്ല. എന്നിട്ട് ഞാൻ പറയാം നമ്മൾ ഒത്തിരി സ്ലോ ആണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ചെയ്യാവുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇനിയും ചെയ്യും, നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ അത് എന്തുകൊണ്ടാണ് നമുക്ക് അത്രയും ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോഴും നമ്മൾ സക്സസ്ഫുൾ ഇത്തരം പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് എനി ഡൗട്ട്സ്. നമുക്ക് ഡൗട്ട്സ് ഇല്ല, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഡൗട്ട്സ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും ജീവിതത്തില് നമ്മൾ ഈ ബിസിനസ് മാത്രമല്ല, പല കാര്യങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ പുറകോട്ട് വലിക്കുന്ന എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരു കാര്യം നോക്കിയാൽ 2 കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാം. ഒന്ന്, എന്നെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു ശക്തമായിട്ടുള്ള ആലോചനയ്ക്ക് പകരം എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു ശക്തമായ തീരുമാനം എടുക്കാം. അതല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മറ്റൊരു തീരുമാനം എടുക്കാം. ഏതായാലും നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ്. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കറക്റ്റ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നത് എനിക്ക് സമയമില്ല, കഴിവില്ല, എന്നെ കൊണ്ട് സാധിക്കുകയില്ല, ഇത് നടക്കുകയില്ല, എത്ര പേര് ഇപ്പൊ ചെയ്യുന്നു, ഞാൻ ഇപ്പൊ പോയി തുടങ്ങിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. കാരണം ഇത് ഏത് കാര്യത്തിനകത്തും ഒറ്റ കാര്യം മനസ്സിലാക്കുക, വാട്ട് യു തിങ്ക് അബൌട്ട് തിങ് ഈസ് ഓൾവേസ് റൈറ്റ് ഫോർ യു. നിങ്ങളുടെ ചിന്തകളാണ് ശരിക്കും പറഞ്ഞു ഞാൻ നിങ്ങളെ നയിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 23 വർഷങ്ങൾക്ക് മുമ്പാണ് മാജിക് ഓഫ് തിങ്കിങ് വിൽക്കുന്ന ഒരു ബുക്ക് വായിച്ചത്. ഒരു പക്ഷേ മോട്ടിവേഷണൽ രംഗത്ത് വന്ന 3 ബുക്കുകൾ ആദ്യം വായിച്ചു. ഒന്ന് റിച്ച് ഡിവോഴ്സിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. 2 നമ്മുടെ യു ക്യാൻ വിൻ, 3 മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. അതൊക്കെ എനിക്കൊന്ന് 2000-ലോ 2001-ലൊക്കെ ഞാൻ വായിച്ച ബുക്കുകളാണ്. ആ ബുക്ക് ഇന്നും ഉണ്ട് എൻ്റെ അടുത്ത്. എന്റെ ബാഗിനകത്ത്, ബാഗ് കൂടി ഞാൻ കാണിക്കാം. ആ ബുക്ക് ഞാൻ ഈ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് ഒരു 4-5 പ്രാവശ്യത്തിനിടയ്ക്ക് പലപ്പോഴായിട്ട് വായിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാനൊന്ന് വായിക്കാനിടയായി. വേറൊന്നുമല്ല, നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മളത് വായിക്കാൻ ഇടയായപ്പോഴത്തേക്ക് അന്ന് കണ്ടതിനേക്കാളും കൂടുതൽ അർത്ഥങ്ങളെന്ന് എനിക്ക് ആ ബുക്കിൽ ഓരോ പേജിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് പറയുന്ന ഏറ്റവും വലിയ കാര്യങ്ങളാണ് യുവർ ഡൗട്ട് വിൽ എവർ കിൽ മെനി ഓഫ് യുവർ ഡ്രീംസ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് ഈ ടോപ്പിക് ഇന്ന് ഞാൻ എടുക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒന്നുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ക്യാൻ ഐ ഓർ ഐ കാൺട്ട് ഈസ് എ $1 million ക്വസ്റ്റ്യൻ. എന്നെ കൊണ്ട് പറ്റുമോ, എന്നെ കൊണ്ട് പറ്റില്ല, ഇത് രണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഒരു $1 million ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കുന്നവൻ അതിനെ കൊണ്ട് പറ്റും. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സ്, മാജിക് ഓഫ് തിങ്കിങ് ബുക്കിനകത്ത് പറഞ്ഞ the mind is controlled by two powerful foremen. ഒരു ഫാക്ടറിക്കകത്ത് 2 ഫോർമാൻമാരുണ്ട് അല്ലെ. 2 ഫോർമാൻമാരാണുള്ളത്, മിസ്റ്റർ ഡൗട്ടും മിസ്റ്റർ ട്രയംഫും. ട്രയംഫ് എന്ന് സക്സസ്, മിസ്റ്റർ ഡൗട്ട് മിസ്റ്റർ സക്സസും ആണ്. മിസ്റ്റർ ഡൗട്ടിന് നിങ്ങൾ പണി കൊടുത്താൽ മിസ്റ്റർ ഡൗട്ട് പണിതുകൊണ്ടിരിക്കും. മിസ്റ്റർ ഫെയിലിയർ എന്നാണ് അതിന് പറയുന്നത്. അത് പണിയെടുക്കും. മിസ്റ്റർ സക്സസിന് പണി കൊടുത്താൽ അത് പണിയെടുത്തോണ്ടിരിക്കും. നിങ്ങൾ കൂടുതൽ ആൾക്കാരും നിങ്ങളുടെ ഫോർമാൻ, രണ്ടും നല്ല ഭയങ്കര പവർ ആയിട്ടുള്ള കഴിവുള്ള 2 ഫോർമാൻമാർ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണ് നിങ്ങളുടെ ബ്രെയിൻ. അതിന് ആർക്ക് പണി കൊടുക്കുന്നോ അവരാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുക. അപ്പൊ നിങ്ങൾ രാവിലെ മുതൽ ഫെയിലിയറും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഡൗട്ടും ഫെയിലിയറും ഉള്ള ഫോർമാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവനതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കും. ഇന്ന് കാലാവസ്ഥ മോശമാണ്, എനിക്ക് നടുവിനൊരു വേദന, തലവേദന, ഇന്ന് ആളെ കിട്ടുമോ, ഫോൺ ചെയ്താൽ കിട്ടുമോ, ഇന്ന് വേണ്ട നാളെ ആയിക്കോട്ടെ, ഇന്നിപ്പോ 30-ാം തീയതി അല്ലേ, നാളെ ആകുമ്പോൾ 1-ാം തീയതി നല്ല ദിവസം തുടങ്ങാൻ. ചില ആൾക്കാർക്ക് അങ്ങനെ ദിവസമുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും. അതേസമയത്ത് നിങ്ങൾ മിസ്റ്റർ സക്സസിനാണ് പണി കൊടുക്കുന്നതെങ്കിൽ, ഇന്ന് നല്ല കാലാവസ്ഥ, നല്ല മഴ, ഏതായാലും നമുക്ക് എല്ലാവരും വീട്ടിൽ കാണും. നല്ല മഴ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കാണുന്ന ദിവസമാണ് നമുക്കങ്ങ് പോകാമെന്ന് വേണം തീരുമാനം എടുക്കാം. അയ്യോ മഴയാണ്, എനിക്ക് പോകാൻ പറ്റുമോ എന്ന് തീരുമാനം എടുക്കാം. ഇത് നിങ്ങളുടെ ചിന്തകൾ എവിടെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അല്ല വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല. കാരണം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സക്സസ് ബറിക്ക് ആരെയും വിജയിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെങ്കിലും വിജയിപ്പിക്കാൻ പറ്റില്ല. ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കി തരാനല്ലേ പറ്റൂ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. നിങ്ങളാണ് പണിയെടുക്കേണ്ട, അല്ല നമ്മളാരും പണിയെടുക്കത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ് 100 പേരെ 1 ലക്ഷം രൂപ വരുമാനത്തിൽ എത്തിക്കാൻ പറ്റും. ചിലപ്പോൾ ആരും എത്തിയില്ലെന്ന് വരും, അത് എന്റെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എത്താനുള്ളതൊക്കെ എത്തും. നിങ്ങൾക്ക് എത്തേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് വേറെ ഒരാള് നിങ്ങളെ വീട്ടിൽ നിന്ന് കൈ പിടിച്ചു വന്ന് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ജീവിതത്തിൽ, അതൊക്കെ തത്വത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും
നിങ്ങളുടെ ചിന്തകളെ സ്ട്രോങ് ആക്കാനുള്ള സാഹചര്യങ്ങൾ രാവിലെ 7 മണി മുതൽ എന്നെ പോലെ നിരവധി ആൾക്കാർ അവരുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസ് ഉൾപ്പെടെ പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു തരാനുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആർക്ക് പണി കൊടുക്കുന്നു, ആരെ കൊണ്ടാണ് ഒരു ദിവസം കൂടുതൽ പണിയെടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പറ്റും, എന്ത് നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒന്നുമില്ല, അത് ആദ്യം മനസ്സിലാക്കാം. മനുഷ്യൻ തന്നെ എവറസ്റ്റിൽ പോയിട്ടുണ്ട്. ഒരാളിപ്പോ നിങ്ങൾക്ക് അറിയാം, സുനിത വില്യംസും കുറെ ആൾക്കാരും ശൂന്യാകാശത്ത് പോയി. 6-7 ദിവസത്തേക്ക് പോയതാ, പോയിട്ട് ഇപ്പൊ 7-8 മാസമായി. ഇനിയിപ്പോ എന്നാ വരുന്ന അറിയത്തില്ല, ഫെബ്രുവരിയിൽ അങ്ങാണ്ട് വരാൻ പോണ്. ഇങ്ങനെ ശൂന്യാകാശത്ത് പോയി 1 വർഷം 1.5 വർഷം താമസിക്കാൻ നമ്മളെ പോലുള്ള മനുഷ്യരെ കൊണ്ട് പറ്റുമെങ്കിൽ 10 പേരെ സ്പോൺസർ ചെയ്യാൻ പറ്റിയല്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റിയല്ല എന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വിശ്വസിക്കാനുള്ള എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുമരകത്ത് ഒരു ട്രിപ്പ് പോയി. അവിടെ നോക്കി കഴിഞ്ഞാല് ഈ കായലിനകത്ത് മണ്ണിൽ ചെളി വാരി അവിടെ വലിയ വലിയ പാടശേഖരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 അല്ല, സ്ക്വയർ കിലോമീറ്റർ കണക്ക് പാടശേഖരങ്ങൾ എന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയും നമ്മളൊക്കെ എന്താ ചെയ്തു? ഒന്നുമില്ല. കുറെ കുഴിമന്തി കഴിച്ചു, കുറെ അൽഫാം കഴിച്ചു, കുറെ പൊറോട്ടയും ബീഫും അടിച്ചു, അല്ലാതെ കുറെ കഥയും പറഞ്ഞു, ഫേസ്ബുക്കിൽ കുറെ ഫോർവേഡും ചെയ്തു. വന്നിട്ട് ഇതുപോലെ സെഷൻ രാവിലെ മനോജ് സാർ പഴയ ആ പവർ ഇല്ല, അല്ലെ ജുനൈദിന്റെ അന്നത്തെ സെഷനേക്കാൾ ഇപ്പൊ ശരിയായില്ല, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങൾക്ക് മാർക്കിടാന്ന് ഇരിക്കുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായെന്ന് മാത്രം ചിന്തിക്കുക, ചെയ്യുക. കാരണം വെച്ചാല് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന ചിന്തകളും തീരുമാനങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട. സോ ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ് ദാൻ ഫെയിലിയർ എവർ വിൽ. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെ തകർക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സംശയങ്ങളാണ്. നിങ്ങളൊരു സംശയ രോഗിയായിട്ട് മാറരുത്. കാരണം ഈ സംശയ രോഗമാണ് പല ആൾക്കാരും ഇതുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഞാന് ഈ ജപ്പാനിലുള്ള ബിസിനസ് കോർപ്പറേറ്റ്സുകളുടെ കുടിപ്പകകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട് കുറെ വർഷം മുമ്പ്. മോട്ടിവേഷണൽ ബുക്കൊന്നും അല്ല, അതൊരു ഇങ്ങനെ നമ്മൾ ഈ പല കാര്യങ്ങൾ വായിച്ചു പോകുന്ന സമയത്തോ അതിനകത്ത് പറയുന്ന അവിടെ ബിസിനസ് കോർപ്പറേറ്റുകളെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വലിയ ക്ലാസിക് കേസുകൾ പറഞ്ഞു. ഒരു വ്യക്തി അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഓഫീസിൽ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി ഒന്നും ഓഫീസിൽ വരുമ്പോൾ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര എന്താ പറയുക, പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയുടെ എനർജി മുഴുവൻ ഡ്രെയിൻ ആയി പോവാ. അമ്മയെ അത്ര ഇഷ്ടമായിരുന്നു. അപ്പൊ പുള്ളി കുറെ നാളുകൾ പുള്ളിയുടെ ബിസിനസ് ഡൗൺ ആവുന്നു, പുള്ളിയുടെ മാനേജർമാരെല്ലാം പുള്ളിയോട് പറയുന്നു, പക്ഷെ പുള്ളിക്ക് മാത്രം ചെയ്യാൻ പുള്ളിയായിരുന്നു അതിന്റെ ടോട്ടൽ ബ്രെയിൻ. അവസാനം അവരതിന്റെ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വെച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അമ്മയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹിച്ചിരുന്ന സമയത്ത് അമ്മ മരിച്ച ദിവസം ആ ബോഡി അവിടെ വെച്ച സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു അവിടെ. ആ പെർഫ്യൂം ഏതാണെന്ന് മനസ്സിലാക്കി ഈ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് ഇങ്ങേരുടെ AC-യുടെ വെന്റിനകത്ത് എല്ലാ ദിവസവും സ്പ്രേ ചെയ്യുമായിരുന്നു. ഞാൻ പറഞ്ഞത് ഇത് ട്രൂ സ്റ്റോറിയാ, ഇതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മനുഷ്യൻ എന്നും വരുമ്പോൾ അറിയുന്നില്ല, ആ സ്മെല്ല് വരുമ്പോൾ പെട്ടെന്ന് നമുക്കറിയാം, നമ്മൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ചില സ്മെല്ല് ചില സന്ദർഭങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ വർഷങ്ങൾ പുറകോട്ട് പോകും, നമുക്ക് ചിലപ്പോൾ അസ്വസ്ഥരാകുന്നുണ്ട്. ഞാനും ചെയ്യാറുണ്ട്, നിങ്ങളും ചെയ്യാറുണ്ടോ? ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അസ്വസ്ഥര എന്താ നമുക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ പറയണ എന്റെ ഫാദർ, ഞാൻ ഈ എന്താ പറയുന്നത് മീൻ ഗുളിക എന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനൊരു കീറ്റോ ടാബ്ലറ്റ്സോ അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാന് ഈ സാധനം ഞാനിത് കാണുമ്പോൾ മുഴുവൻ ഓർക്കുന്നത് എന്റെ അച്ഛനെയാണ്, വേറൊന്നുമല്ല. ഞാന് ഈ ഒരു ഞാൻ അന്ന് ഡയറക്ട് സെല്ലിംഗിൽ ഒന്നും ഇല്ല. ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ മൈ ലൈഫ് തുടങ്ങുന്ന ഒരു 6-7 മാസം മുമ്പ്, ഒരു വർഷം മുമ്പാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഈ മത്സ്യഫെഡിന്റെ അവിടെ പോയി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധനം മേടിക്കാൻ ഞാനും എന്റെ മോനും ഉണ്ടാവും, പൂനെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അവിടെ പോയി ഞങ്ങൾ വണ്ടി കൊണ്ട് ഇട്ടത് മത്സ്യഫെഡിന്റെ മുന്നിലാണ്. അപ്പൊ മത്സ്യഫെഡിനകത്ത് അപ്പൊ എനിക്ക് എന്താ പറയുന്നത്, എന്റെ കൊളസ്ട്രോൾ ലെവൽ കൂടി വരുന്നുണ്ട്. ഡേഞ്ചർ ഒന്നും ആയിട്ടില്ല, കൊളസ്ട്രോൾ ലെവൽ കൂടുന്നു. മത്സ്യഫെഡിനകത്ത് ഇങ്ങനെ ഒരു കീറ്റോ ടാബ്ലറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ വണ്ടി കൊണ്ട് ഇട്ട സമയത്ത് മോനോട് പറഞ്ഞു ഇവിടുന്ന് സാധനം മേടിക്കണം, ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടുന്ന് സാധനം മേടിച്ചു. അപ്പൊ അവിടെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ഒരു ബോട്ടിലാ. ഞാനിത് മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എന്റെ ഒരു കസിൻ എന്നെ ഫോൺ ചെയ്യുന്നത്. ചേട്ടാ, ഞാനിത് മേടിച്ചു കയ്യിൽ വെക്കുന്ന സമയത്താണ് ഡാഡിക്ക് പ്രശ്നമുണ്ട്, ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു, ചേട്ടൻ ഇന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പോകും. ഞാൻ നേരെ അവിടുന്ന് ഞാനും മോനോട് ഹോസ്പിറ്റലിലോട്ട് പോയി. അപ്പൊ ഈ സാധനം എന്റെ കയ്യിലിരിക്കും. അപ്പൊ ഞാൻ ഈ സാധനം അവിടെ വെക്കുന്നു, ഈ സാധനം പോകുന്നു. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഒരു അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു സന്ദർഭത്തിന് ശേഷം ഇന്ന് വരെ
എനിക്ക് ഈ സാധനം മത്സ്യപ്പെട്ടെന്നുള്ള ഓഫീസിൽ കയറാൻ ആ സാധനം കാണുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. ഇങ്ങനെ കീറ്റോ ടാബ്ലറ്റോ അതുപോലെ മീൻ ഗുളിക പോലുള്ള എന്ത് സാധനം കണ്ടാലും, ഇപ്പൊ കഴിഞ്ഞ ദിവസവും ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരാളുടെ മീൻ ഗുളിക കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥനായി. അത് നിങ്ങൾ ഇമോഷണലി അറ്റാച്ച്ഡ് ആകുന്ന എന്തെങ്കിലും സാധനങ്ങളോട് ചോദിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് ഇല്ലാതാക്കാനായിട്ട് നിങ്ങളുടെ ചിന്തകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മതി, ഉണ്ടാകാതിരിക്കാൻ. ഇപ്പൊ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പല 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 തരത്തിലുള്ള നെഗറ്റീവ്സ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാർ ശ്രമിക്കുന്നതും നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. സോ നിങ്ങൾ അതിനെ ഇരയായി പോയാൽ നിങ്ങളുടെ ജീവിതം പോകുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറെ ആർക്കും സംഭവിക്കില്ല. സോ യുവർ ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടൻസ് ആൻഡ് യുവർ ഡൗട്ട് ക്യാൻ ക്രിയേറ്റ് ദം. നിങ്ങളുടെ വിശ്വാസത്തിന് മലകളെ മാറ്റാൻ പറ്റും, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇല്ലാത്ത മല ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം, ഇപ്പൊ ആരെ കുറിച്ചെങ്കിലും ഇപ്പൊ സക്സസ് പ്രിയെ കുറിച്ചോ അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചോ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ ഒക്കെ തന്നെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ബ്ലഡ് പ്യൂരിഫയറിന് പഴയ ക്വാളിറ്റി ഇല്ലല്ലേ. അത് കുറച്ച് ഇതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ബ്ലഡ് പ്യൂരിഫയർ ഉണ്ടാക്കുന്നതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാൻഡേർഡ് ഉണ്ട് ഈ സാധനം ഉണ്ടാക്കാനായിട്ട്. ഇത് ഈ സ്റ്റാൻഡേർഡ് ഉണ്ടാകും നമ്മുടെ നാട്ടിലൊരു തോന്നല, നമ്മൾ പഴയ മാരുതി ഇപ്പോഴും അത്ര ഇന്നത്തെ മാരുതി വർക്ക് ചെയ്യുന്നത് ആരാ പറയും. മേ ബി അവരുടെ ടെക്നോളജി ഇതാവേണ്ട ഡോറിന് പഴയ വിലയില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, എന്റെ അടുത്തേക്ക് ജാഗ്വാറിന്റെ ഡോറിന് വണ്ടിക്ക് വെയിറ്റ് കുറവാണ്, പക്ഷെ അതിനകത്ത് 80% സാധനം അലൂമിനിയാണ്. ഈ സാധനം വന്നിട്ട് നിങ്ങൾ ഇന്ന് ഇവിടുത്തെ ഒരു ട്രക്കിന് JCB ഇടിച്ചാൽ ഈ സാധനം പകുതിയെ പോവുള്ളൂ, കാരണം ഇത് റീഇൻഫോഴ്സ്ഡ് അലൂമിനിയാണ്. ഇപ്പൊ ടെക്നോളജി പോകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്, വെയിറ്റ് കുറയ്ക്കാനുള്ള മാർഗം കണ്ടുപിടിക്കും. 1900 കിലോ ഉള്ളൂ ഈ വണ്ടിയുടെ വില വെയിറ്റ്. പക്ഷെ അത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്, ഒരു സ്റ്റീൽ വെച്ച് ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിന് 2800 കിലോ വന്നതിന് 14.5 കിലോമീറ്റർ 15 കിലോമീറ്റർ മൈലേജ് കിട്ടും ഇപ്പൊ വണ്ടിക്ക്. മറ്റേതാണെങ്കിൽ 9 കിലോമീറ്റർ മൈലേജ് കിട്ടുള്ളൂ, വണ്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്ത്. അപ്പൊ നോക്കുന്ന ഡോർ തുറക്കുന്ന എന്താ പറയുക, പഴയ ക്വാളിറ്റി ഇല്ല, വെയിറ്റ് കുറഞ്ഞു. ഇവൻ ഈ പാവം അറിയുന്നില്ല, ടെക്നോളജി മാറിയത് അറിയുന്നില്ല, ഇവൻ അറിയുന്നില്ല ഇതിനകത്ത് എന്തൊക്കെ ഇത് കൊണ്ടുവന്ന് അറിയുന്നില്ല. നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള സാധനം പഴയ സാധനങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യും. AC, പഴയ കോപ്പർ AC ഈ സാധനം വർക്ക് ചെയ്യുമ്പോൾ അതിനകത്തുനിന്ന് ഭയങ്കര കറണ്ടാണ്. ഞാനിവിടെ AC ഇട്ട, എന്റെ ഇവിടെ ഒരു 1.5 ടൺ AC ഇരിപ്പുണ്ട്, അത് ഇട്ടാൽ രാമകുണ്ടത്തിൽ നിന്ന് കറണ്ട് വരേണ്ടി വരും. അതുപോലെയാണ് ഈ സാധനം പോകുന്നത്. അതായത് മീറ്റർ വർക്ക്. അതിന് വല്ലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഗസ്റ്റ് റൂമാണ് നമ്മളവിടെ വെച്ചിരിക്കുക. അതേ സമയത്ത് ഞാൻ ദിവസം 8 മണിക്കൂർ 9 മണിക്കൂറിന് വെക്കുന്ന 5 സ്റ്റാർ AC ഇവിടെ ഉണ്ട്, അതിനകത്ത് വലിയ കറണ്ട് ഒന്നുമില്ല. അതും വർക്ക് ചെയ്യുന്നുണ്ട്, ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് തോന്നലാണ്, അത് നമ്മുടെ ധാരണയാണ്. പഴയ കാര്യങ്ങളൊക്കെ അങ്ങ് വർക്ക് ചെയ്യും. പഴയ കാര്യങ്ങളൊന്നും മോശമാണെന്നല്ല, കൂടുതൽ ഈട് നിൽക്കുമെന്നൊക്കെ ഉള്ളത് സത്യം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പുതിയ കാര്യങ്ങളൊന്നും മോശമാണെന്ന് മാത്രം പറയരുത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഇതുപോലുള്ള ചിന്തകൾ ഉണ്ടാക്കി തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇല്ലാത്ത മലകളെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ മിടുക്കന്മാരാണ്, പ്രത്യേകിച്ച് മലയാളികൾ. ഇല്ലാത്ത മലകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മല ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ മിടുക്കരാണ്. ഉള്ള മലകളെ അലിയിച്ചു കളയാൻ നിങ്ങളുടെ വിശ്വാസം സാധിക്കുന്നു. സോ ഹാവ് എ ഡ്രീം ആൻഡ് ബിലീവ് ഇറ്റ്സ് പോസിബിൾ. നിങ്ങൾക്ക് നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുക, നിങ്ങൾ അത് വിശ്വസിക്കുക, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് വിശ്വസിക്കുക. കാരണം ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വപ്നം കാണാവുന്ന എന്ത് കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ദൈവത്തിനെ ഡൗട്ട് അടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പറ്റുമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഞാൻ പറഞ്ഞല്ല, വാൾട്ട് ഡിസ്നി പറഞ്ഞാണ്, ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ അച്ചീവ് ഇറ്റ്. കാരണം ലോകത്തിൽ എത്രയോ മഹാന്മാർ, എത്രയോ വലിയ ലെവൽ ഉയർന്ന ഓരോരുത്തരുടെ സ്റ്റോറി നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരൊക്കെ ശരിക്കും പറഞ്ഞാല് അവരൊക്കെ വന്ന ഇപ്പൊ യേശുദാസിന്റെ സൗണ്ട് കൊള്ളിയല്ലാന്ന് പറഞ്ഞു, അമിതാഭ് ബച്ചന്റെ സൗണ്ട് കൊള്ളിയല്ലാന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ വാൾട്ട് ഡിസ്നിക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാന്ന് പറഞ്ഞു. ഇന്ന് ലോകം കാണുന്ന ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് ആയുള്ള സാധനം ക്രിയേറ്റീവ് വാൾട്ട് ഡിസ്നി വേൾഡ് ആണ്. ഡിസ്നി വേൾഡ് പോയിട്ടുണ്ട്, അറിയാം. അതൊരു ലെവലാണ്, അത് വേറെ സംഭവമാണ്. അതിന്റെ ക്രിയേറ്റർക്ക് ഐഡിയ ഇല്ല, അങ്ങേർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല എന്നാണ് ലോകത്തിലെ പല മഹാന്മാരും പറഞ്ഞു. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളോട് പറഞ്ഞു, ഇലക്ട്രിക് ബൾബ് ഇവിടെ ഉപയോഗിക്കാൻ ആർക്കും സാധ്യതയില്ല, അതുകൊണ്ട് അതിന് പേറ്റന്റ് ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അതിന്റെ ഒരു ആവശ്യമില്ല. ഇതിങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. അത് നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പറയുന്നുണ്ട്. അവരെ നമ്മൾ സമയം കളയണ്ട. കാരണം വെച്ചാൽ അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാനോ അവരോട് ജസ്റ്റിഫൈ ചെയ്യാനോ. ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം എപ്പോഴും പറയുന്നത്, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യുന്നതിന് അർത്ഥമില്ല. അതായത് ഞാൻ ചെയ്യുന്ന ഇതുകൊണ്ടാണ് എന്ന് നിങ്ങളുടെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ ഇത് ചെയ്തിട്ട് ഒരർത്ഥമില്ല. ഞാൻ ചെയ്യാതിരിക്കുകയാണെന്നല്ലേ, നമുക്ക് അടുത്ത പണി ചെയ്തു. കാരണം നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. വേറെ ആൾക്കാരായിട്ട് നമ്മളെക്കാളും ബുദ്ധി കുറഞ്ഞവരോട് വഴക്കുണ്ടാക്കാൻ പോയാൽ, നമ്മളെക്കാളും ഐഡിയ കുറഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ പോയാൽ നമ്മുടെ ജീവിതം അവിടെ പോകും. അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൈഡുകൾ പൊക്കോട്ടെ, നമുക്ക് നമ്മുടെ ലെവലിൽ പോവാം. സോ ഡ്രീം ദ ബിഗസ്റ്റ് ഡ്രീംസ്. നിങ്ങൾക്ക് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക, അതിൽ 100% വിശ്വസിക്കുക. ഈ 90% വിശ്വാസം, 99% വിശ്വാസം കാര്യം എന്റെ അപ്ലൈയിലൊക്കെയാ നല്ല വിശ്വാസമൊക്കെ ഉണ്ട്. ചില ദിവസങ്ങളിൽ പുള്ളിക്ക് നമുക്ക് വിശ്വാസം കുറയും. എന്തുകൊണ്ടാ? നമ്മുടെ പ്രശ്നം വെച്ചാല് പലപ്പോഴും നമ്മൾ വന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ മറക്കും. നമ്മൾ ആരായിരുന്നു നമ്മൾ ഈ ബിസിനസ്സിൽ. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ആക്ച്വലി ഡയറക്ട് സെല്ലിങ്ങിൽ വന്നിട്ട് ഞാൻ ഇത് ചെയ്യാനായിട്ട്, ഈ ബിസിനസ് ചെയ്യാനായിട്ട് തീരുമാനം വേണ്ടാന്ന് വെച്ച് പോയപ്പോൾ എന്നെ തീരുമാനം എടുത്ത ഒരാളുണ്ട്. അദ്ദേഹമായിട്ട് എനിക്ക് ജീവിതത്തിൽ പല അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നും
ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുന്നത് അദ്ദേഹത്തിനെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അഭിപ്രായ വ്യത്യാസം എന്തുണ്ടായാലും എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഇന്ന് ആയിട്ടുണ്ടെങ്കിൽ അതിന് ആ വ്യക്തി രാത്രി 9 മണിക്ക് വന്ന ഒരു കോളാണ്, 9:30 വന്ന ഒരു കോളാണ്. ആ വ്യക്തി എന്നോട് പറഞ്ഞു, വൈഫിനെ വിളിച്ചല്ലോ, അതേ വിളിച്ചിട്ട് എന്നെ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞു, ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് എറണാകുളത്ത് നിന്ന് കോട്ടയത്ത് എന്റെ വീട്ടിൽ വന്നു. അതായത് പുള്ളി 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിൽ വന്നു. ആ ഒരു ഒറ്റ ഇൻസിഡന്റിനാണ് ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ തീരുമാനിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ വ്യക്തി ജീവിതത്തിൽ ഒരു സ്ഥലത്ത് ഞാൻ മറക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചില ആൾക്കാരെങ്കിലും നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തോ ആയെന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ അവരുടെ കടമയല്ലേ എന്ന് ചോദിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാല്. അങ്ങനെയാണ്, അവരുടെ കടമയായിരിക്കും. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് പുള്ളി ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. ഈ പറയുന്ന വ്യക്തി ഞാൻ ഈ പറഞ്ഞ ഇൻസിഡന്റ് ജീവിതത്തിൽ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാകും. പക്ഷെ ഞാൻ മറക്കുകയല്ല, കാരണം ആ വ്യക്തി ജീവിതത്തിൽ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. എന്നോട് തന്നെ ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസം, കട്ടയ്ക്ക് ഒന്ന് വഴക്കുണ്ടായി, നമ്മള് വാളൂരി വീശുന്ന ലെവലിലുള്ള പ്രശ്നം ഉണ്ടായി. പക്ഷെ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ എപ്പോ കാണുമ്പോഴും പറയും, ഈ സാധനം എപ്പോഴും മനസ്സിൽ ഓർക്കുന്ന കാര്യമാണ്. 100% വിശ്വസിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഫെയ്ത്ത് എന്ന് പറയുന്ന വിശ്വാസത്തിനപ്പുറം നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലെ, നമ്മൾ ബിലീഫ്, അതിന്റെ അപ്പുറത്തേക്കാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് വിശ്വസിക്കുക എന്ന് മാത്രമല്ല, അതിന് ജസ്റ്റിഫൈ ചെയ്യാൻ പോകണ്ട, അതിന് ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട. യു ജസ്റ്റ് ഗോ ആൻഡ് ഡു ഇറ്റ്. അത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ആൻഡ് വർക്ക് ഹാർഡ് ഫോർ ഇറ്റ്. നന്നായിട്ട് അതിനുവേണ്ടി പണിയെടുക്കാം. കാരണം പലപ്പോഴും ഞാൻ കാണുന്നത് വെച്ചാല്, നമ്മൾ പണിയെടുക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്റെ അപ്ലൈൻ ശരിയല്ല, എന്റെ അപ്ലൈന് ശരിക്കും പറഞ്ഞാല് ആ ഒരു ചില കഴിവുകളില്ല, അല്ലെങ്കിൽ സിസ്റ്റം ശരിയല്ല, പ്രൊഡക്റ്റ് ശരിയല്ല, കമ്പനി ശരിയല്ല. ഒരു കാര്യം, ഇതൊന്നും ശരിയല്ല. നിങ്ങൾ ശരിയാണോന്ന് ആദ്യം അന്വേഷിക്കും, എന്നിട്ട് എല്ലാവരും ശരിയാണെന്ന് നോക്കാം. അപ്പൊ ശരിയാവും പല കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. സോ ഞാൻ തുടക്കത്തിൽ എന്ന് പറഞ്ഞ പോലെ, യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. നിങ്ങളുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമിൽ നിന്ന്, നിങ്ങളുടെ സ്വപ്നത്തിൽ നിന്ന് നിങ്ങളുടെ സംശയങ്ങളെ മാറ്റി നിർത്തുന്നതാണ് നിങ്ങളുടെ റിയാലിറ്റി. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച സാധനം, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറക്ട് സെല്ലറായിട്ട് ഡെക്സ്റ്റർ യേഗർ വന്നു. ഡെക്സ്റ്റർ യേഗർ ഇന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിൽ വന്ന സമയത്ത് 3 ദിവസം ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കൂടെ നടക്കാനുള്ള അവസരം, കൂടെ നടക്കാൻ സെയിം ഹോട്ടലിൽ താമസിക്കുക, ഞങ്ങൾ കൂടെ നടക്കുക, യാത്ര ചെയ്യുക, കുമരകത്ത് കൊണ്ടുപോകുക, ഹൗസ് ബോട്ടിൽ കയറ്റുക, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സാധിച്ചതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന ഒരൊറ്റ കാര്യമുള്ളൂ: ശക്ത ഡ്രീം ബസ്റ്റേഴ്സ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലാൻ നടക്കുന്നവനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. അവരോട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്, ഒഴിവാക്കുക. ഞാൻ അന്ന് മുതൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിന് മുമ്പ് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോകുമായിരുന്നു. സോ ഇഫ് യു തിങ്ക് യു ക്യാൻ ആൻഡ് ഇഫ് യു തിങ്ക് യു കനോട്ട്, യു ആർ റൈറ്റ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചാലും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചാലും നിങ്ങൾ ശരിയാണ്. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളോട് പല ആൾക്കാരും നിങ്ങളോട് പറയും, നിങ്ങളെ കൊണ്ട് ഇത് പറ്റിയല്ല എന്ന് പറയും. അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്, യേസ് പറയുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ നോ പറയും. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവർക്ക് പലപ്പോഴും ഇതിന്റെ ഇന്റൻസിറ്റി അറിയില്ല, ഇതിന്റെ ഇൻട്രിക്കസീസ് അറിയില്ല, അല്ലെങ്കിൽ ഇത് എന്തുമാത്രം സാധ്യതയുള്ളതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ അവരെ വിശ്വസിക്കാതെ, ഈ ബിസിനസ്സിനകത്ത് ആരെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കുക. ഞാൻ ഇതിനുമ്പ് എപ്പോഴും പറയുന്ന സ്റ്റോറിയാണ്, ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജെഇയും നീറ്റും ഒക്കെ എഴുതുന്നുണ്ട്, MBBS അഡ്മിഷൻ കിട്ടാൻ, എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടാൻ. എത്ര പേർക്ക് കിട്ടുന്നുണ്ട്? അടുത്ത വർഷം പിള്ളേരെ വിടാറില്ല. അപ്പൊ ഞാൻ എന്റെ കുട്ടിയെ വിടുമ്പോ, അല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ വിടുവാണെങ്കിൽ, അവന് ഈ ബേബി 10 ലക്ഷം പേര് എഴുതിയിട്ട്, അല്ലെ 8 ലക്ഷം പേര് എഴുതിയിട്ട് ആകെ 4000 പേർക്ക്, അല്ലെ 7000 പേര്, 10,000 20,000 പേർക്ക് കിട്ടുന്നുള്ളൂ എന്ന് വെച്ചിട്ടല്ല നമ്മൾ എഴുതുന്നത്. ആ 20,000-ൽ എന്റെ മോൻ വരുമെന്ന് വെച്ചിട്ടാണ് ഞാൻ വിടുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ 8 ലക്ഷം പേര് ജെഇ എഴുതി, അല്ലെ നീറ്റ് എഴുതി, അതിനകത്ത് ആകെ 25,000 പേർക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വിടുന്നില്ല. പെർസെന്റേജ് വൈസ് എത്ര പേരുണ്ടാവും? ഇവിടെയാണ് നമ്മുടെ ചിന്തകളിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രിയെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്കകത്ത് വിജയിച്ചവരും വിജയിക്കാത്തവരും പരാജയപ്പെട്ടവരും കുരുത്തക്കേട് കാണിച്ചവരും ഒക്കെ ഉണ്ട്. ഒരു കാടാകുമ്പോൾ അതിനകത്ത് നരിയും കുറുക്കനും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് സിംഹമായിട്ട് മാറാനായിട്ട് നിങ്ങൾ തീരുമാനിച്ച ഇതെല്ലാം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇൻസ്റ്റിങ്സിനെ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നൽ, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അതിന് ഗട്ട് ഫീലിംഗ് എന്ന് പറയും അല്ലെ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന തോന്നലുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈ ബിസിനസ്സിന് പുറത്തേക്ക് ഞാൻ ഇറങ്ങിയാൽ ചെയ്യാറുണ്ട്, നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ലിറ്ററലി there is no one to help us. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. പക്ഷെ ഇവിടെയോ, നിങ്ങളെ സഹായിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരാണ്. വേണ്ടെന്ന് വെക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തം, വേണ്ടെന്ന് വെക്കുന്നത് നിങ്ങളുടെ കുറ്റക്കേടാണ്. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാർ സഹായിക്കാനുണ്ട്. when it comes to dreams and wealth, majority is wrong. എപ്പോഴും മനസ്സിലാക്കുക, സ്വപ്നങ്ങളെ കുറിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ വെൽത്ത്, സമ്പത്ത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള കണക്കെടുക്കുമ്പോൾ ലോകത്തുള്ള ഭൂരിപക്ഷ ആൾക്കാരും തെറ്റാണ്. കാരണം അവർ സമ്പത്ത് ഉണ്ടാക്കുന്നില്ല, അവർ ജീവിതത്തിൽ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുന്നില്ല, അവർ ജീവിതത്തിൽ ഒന്നും ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെജോറിറ്റിയുടെ പുറകെ പോയാൽ, അറ്റ്ലീസ്റ്റ് ജീവിതത്തിൽ വിജയിക്കാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ, മെജോറിറ്റിയുടെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. യു നോട്ട് ഗോയിങ് ടു ഡു എനിവേർ, ഗോയിങ് ടു ഗോ എനിവേർ.
നിങ്ങൾ എങ്ങും എത്താൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ മെജോറിറ്റി എപ്പോഴും റോങ് ആണല്ലോ. നമ്മുടെ നാട്ടിൽ എത്രയോ ആയിരങ്ങളുണ്ട്, എത്രയോ പതിനായിരങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ ബിസിനസ് തുടങ്ങിയിട്ട് പരാജയപ്പെട്ടത് അല്ലെ. പക്ഷെ വിജയിച്ചോരോ ഇപ്പൊ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ 10,000-കണക്കിന് സ്റ്റാർട്ടപ്പുകൾ ഓരോ വർഷവും തുടങ്ങുന്നുണ്ട്. 10,000-കണക്കിന്. അതിനകത്ത് വിജയിക്കുന്ന വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ദാറ്റ് ഡസൻ മീൻ സ്റ്റാർട്ടപ്പ് മോശമെന്നല്ല. ആൾക്കാർ ട്രൈ ചെയ്യുന്നു, ചിലപ്പോൾ വിജയിക്കുന്നു, ചിലപ്പോൾ വിജയിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, അവരടുത്ത പരിപാടിയായിട്ട് വരും. ഞാനിന്ന് പറയാൻ പോകുന്ന സ്റ്റോറി അത് തന്നെയാണ്. ബിലീവ് യു ഹാവ് ദ പവർ ടു ഡു ഇറ്റ്. നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടാണ്. എന്തുകൊണ്ടാണ് ആൾക്കാര് മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ ഡൗട്ട് അടിക്കുന്നത്? എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നല. എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ഞാൻ എങ്ങനെ ഒരാളോട് പോയി സംസാരിക്കും? എന്നെ കൊണ്ട് പറയാൻ പറ്റുമോ? എന്നെ കൊണ്ട് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ജീവിതത്തിൽ ആരെയും കൺവിൻസ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫ്രീ വേൾഡിലാണ്. ഞാൻ എല്ലാവരോടും പറയുന്നത്, ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നേയില്ല. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കൂടെ കൂടാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് സമാനമായിട്ടുള്ള ആരെങ്കിലും അവരോട് കൂടെ. നമുക്കത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്ലീസ് എന്റെ കൂടെ വരുമോ എന്നൊരു ചോദ്യം ഞാൻ ഇന്നുവരെ ആരോടും ചോദിച്ചിട്ടില്ല. ഞാനത് ചോദിക്കാനും പോകുന്നില്ല. നിങ്ങളും അങ്ങനെ ഒരു ലെവലാണ്. നിങ്ങൾ ആരെയും കൺവിൻസ് ചെയ്യാൻ പോകണ്ട. പക്ഷെ നമ്മൾ കാര്യങ്ങൾ പറയുന്നു, വ്യക്തമായി പറയുന്നു, ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു, അവരുടെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നു, ആൻഡ് അവര് നമ്മളോട് വന്നു, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ആളെ കൊണ്ടു. കാരണം ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഇൻഡസ്ട്രിക്കകത്ത് താല്പര്യമുള്ള ഒത്തിരി ലക്ഷങ്ങൾ ഇനിയും പുറത്ത് നിൽപ്പുണ്ട്. അവരിത് മനസ്സിലാക്കാതിരിക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ നമ്മളെ ആൾക്കാരെ പലപ്പോഴും ഡൗട്ട് അടിക്കുന്ന, നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ചിലപ്പോൾ വിജയിക്കാത്ത ആൾക്കാരുണ്ടാവും. അവരെ നോക്കിയിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് പല കാര്യം ചെയ്തിട്ടുണ്ട്, അതിനകത്ത് വിജയിച്ചിട്ടില്ല. ഞാൻ കട നടത്തി, ഞാൻ ജോലി ചെയ്തു, ഗൾഫിൽ പോയി, എന്നിട്ട് ഒന്നും ആയില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ല സ്ഥലമാണ് ഡയറക്ട് സെല്ലിംഗ്, പ്രത്യേകിച്ച് സക്സസ് ബറി. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചില ആൾക്കാർക്ക് ഡിലേ ആവും. ഡിലേ ആകുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാല്, നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേ ആകാനുള്ള ഒരു പ്രധാന കാര്യം ഇവർ പണിയെടുക്കാതിട്ടാണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങും, പൗഡറൊക്കെ ഇട്ട്, പക്ഷെ പണിയെടുക്കുന്നില്ല. ഏതെങ്കിലും കഥയും പറഞ്ഞ് ഏതെങ്കിലും കടത്തിനെ കാണും, ഏതെങ്കിലും ഇതൊക്കെ ഉണ്ടാവും. എന്നിട്ട് കുറ്റം പറയുന്നത് എന്താണ്? കുറ്റം പറയുന്നത്, ഞാൻ കുറെ നാളായി ഇതിനകത്ത് ഒന്നും നടക്കുന്നില്ല, എന്റെ അപ്ലൈ ശരിയല്ല, സിസ്റ്റം ശരിയല്ല, മൈ ലൈഫ് ആ ടീമിലായിരുന്നെങ്കിൽ ഈ ടീമിലായിരുന്നെങ്കിൽ. നമ്മുടെ ടീമിൽ നിന്ന് മറ്റൊരു ടീമിൽ പോയ ഒരാള്, നമ്മുടെ ടീമിൽ കോഴിക്കോടുള്ള ആൾ എന്നെ വിളിച്ചിരുന്നല്ലേ മിനിയാന്ന്. വേറെ ഒന്നുമില്ല സാറേ, പുള്ളിക്കാരി കംപ്ലീറ്റ് ബിസിനസ് നിർത്തി. അപ്പൊ വേറെ കാര്യത്തിനാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ടൊന്നും ആയില്ലേ? അപ്പൊ എല്ലായിടത്തും ഒരുപോലെയാണ്. മനസ്സിലായി? ഞാൻ പറയുന്നു, എല്ലായിടത്തും ഒരുപോലെയാ. ചെയ്താൽ വിജയിക്കാനായിട്ട് നമ്മൾ തന്നെ പണിയെടുക്കണം. അല്ലാതെ അവിടെ ചെന്നാൽ മല പറിക്കുമെന്നുള്ളോ, ഇവിടെ ചെന്നാൽ ഇത് ചെയ്യുന്നുള്ളോ, കുറെ PPT കൂടുതൽ കാണിച്ചുകൊണ്ടോ, കുറെ വീഡിയോ കാണിച്ചുകൊണ്ടോ, കുറെ ആൾക്കാർ വെബ്സൈറ്റ് എന്നൊന്നും ചാടിത്തുള്ളിയോണ്ടോ ഒന്നും ആകത്തില്ല. അതൊക്കെ സഹായിക്കും. പക്ഷെ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നമ്മൾ എടുക്കുന്ന പണിയുടെ റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടീമിനകത്ത് എന്തുമാത്രം ലീഡർഷിപ്പ് ക്രിയേറ്റ് ചെയ്തു, അത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സിനെ ആണെങ്കിൽ ആ ലീഡേഴ്സിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എന്തുമാത്രം പണിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ബിസിനസിനെ കുറ്റം പറഞ്ഞിറങ്ങുന്ന പല ആൾക്കാരും ചോദിച്ചാൽ അവർ എത്ര ലീഡേഴ്സിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലാവും. അവര് പല ആൾക്കാരെ, ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും, എന്നെ കുറ്റം പറയുന്ന ഭയങ്കര വലിയൊരു സംഭവം ആൾക്കാരുണ്ടാവും. അത് എല്ലാവരും ഉണ്ടാവണമല്ലോ. അപ്പോഴല്ലേ നമ്മൾ വിജയിച്ചു നമുക്ക് തോന്നലുണ്ടാവുള്ളൂ. നമ്മൾ ചെയ്യുന്ന എല്ലാവരും ശരിയാണ്, നിങ്ങൾക്ക് ആർക്കും പ്രതികരണ ശേഷി ഇല്ലാത്തവരാണെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ശരിക്കും ചിന്തിക്കാത്തവരാണെന്ന് വിചാരിക്കും. ഇവര് ചിന്തിക്കാത്തവരല്ല, ക്രൂക്സ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടാവും. അവരുണ്ടാവും, അവര് ചിന്തിക്കട്ടെ, അവര് ചെയ്യട്ടെ, അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ, ചിന്തിക്കണ്ടല്ലോ. അപ്പൊ അവര് ചിലപ്പം എന്താ പറയുന്നത്, അവര് പറയുന്നത് എന്താണ്? അപ്പൊ അവരോട് ഇപ്പൊ എനിക്ക് ഇത് ഒന്നും പറയാനില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എത്ര ലീഡേഴ്സിനെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാർ എത്ര ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സക്സസ് ബറിയിൽ ഉണ്ടായ ലീഡേഴ്സ് എത്ര പേർ അവരുടെ ക്രിയേഷൻ ആണ്. അവരുടെ കൂടെ ഇപ്പൊ ഉള്ള ആൾക്കാർ എത്ര പേർ അവരോട് ഉണ്ട്. ഇതൊക്കെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശരിക്കും ആരെയും മൈൻഡ് ചെയ്യണ്ട, മുന്നോട്ട് പോവാ, തീരുമാനം എടുക്കാൻ മുന്നോട്ട് പോവാ. സൗണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ. കീപ് ദ ഡ്രീം ബസ്റ്റേഴ്സ് ഔട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ സ്വപ്നത്തിനെ തകർക്കാൻ വരുന്ന ചിലപ്പോൾ അത് ഉപദേശങ്ങളായിട്ട് വരും. അത് ചിലപ്പോൾ മൈ ലൈഫിനെ കുറിച്ചുള്ള ഉപദേശമായിരിക്കും, ചിലപ്പോൾ വേറൊരു കമ്പനി നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ചിലപ്പോൾ പറയും, നിങ്ങളുടെ ഈ പ്രൊഡക്റ്റിനോട് വേറൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നവന്മാരായിരിക്കാം. ചിലപ്പോൾ നമ്മൾ അഗ്രയുടെ കൂടെ നമുക്ക് വേറൊരു വളം കൂടെ കൊടുക്കും. ഇങ്ങനെ വരുന്ന ഒത്തിരി പേര് നമ്മുടെ ജീവിതത്തിലെ നാളെ നമ്മൾ പോലും ഇല്ലാതെ പോകുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിക്കാൻ മിടുക്കന്മാരാണ്. ചിലപ്പോൾ അത് കുറ്റം പറയുന്നതായിരിക്കാം. കാരണം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സാധനം കുറ്റം പറയാന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വിജയിക്കണമെങ്കിൽ, ഇപ്പൊ ഞാനും വേറൊരാളുടെ ഫൈദിയാണ്, നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് അയാളുടെ മുന്നിൽ വിജയിക്കണമെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ അയാളെ കൂടുതൽ പണിയെടുത്ത് വിജയിക്കാം, സക്സസ് ക്രിയേറ്റ് ചെയ്ത് വിജയിക്കാം. അല്ലെങ്കിൽ അയാളെ ചവിട്ടി താഴ്ത്തിയാൽ ഞാൻ വിജയിച്ചല്ലോ. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ ഒരാൾ ഇങ്ങനെ ഒരാൾ നിൽക്കുക. അപ്പൊ ഈ വ്യക്തിയെക്കാളും മുകളിൽ എനിക്ക് കയറണം. അപ്പൊ ഇയാളെ ചവിട്ടി താഴ്ത്തിയാലും ഞാൻ മുകളിൽ, ഞാൻ കയറിയില്ലല്ലോ ആവും. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? പണിയെടുത്ത് മോളിൽ കയറാം. പണിയെടുത്ത് മോളിൽ കയറാനുള്ള കഴിവ് എനിക്കില്ല, അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല, ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? മറ്റേ ആളെ ചവിട്ടി താഴ്ത്താൻ നോക്കും. അത് നിങ്ങൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ നമ്മളെ ചുറ്റുമുണ്ടെന്ന് മനസ്സിലാക്കാം. സോ ഓൾവേസ് റിമെമ്പർ ടു അസോസിയേറ്റ് വിത്ത് പീപ്പിൾ ഹു വിൽ ഹെൽപ്പ് യു ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവരുടെ കൂടെ, പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന കൂടെ അച്ചീവ് ചെയ്യുക.
ബി പോസിറ്റീവ് ഓൾവേസ് ആൻഡ് ഹാവ് ഫെയ്ത്ത്. വിശ്വാസം ഉണ്ടാകുക, വെയ്ത്ത് ഉണ്ടാകുക. റീഡ്, ലിസൺ ആൻഡ് അസോസിയേറ്റ് വിത്ത് തിങ്സ് വിച്ച് ക്യാൻ ലീഡ് ടു അച്ചീവ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ ജീവിതത്തിൽ വായിക്കുന്നതും പ്രവർത്തിക്കുന്നതും കേൾക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ള നിർബന്ധം പിടിക്കുക. ഇപ്പൊ സക്സസ് ബറി ഗ്ലോബൽ അല്ലെങ്കിൽ മൈ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ പറയാം, ഇതിനേക്കാൾ നല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഈ പറയുന്നവൻ അത് പറയാനുള്ള അധികാരമുണ്ടോ, അവൻ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോ, വിജയിച്ചിട്ടുണ്ടോ? ഇപ്പൊ സക്സസ് ബറിയുടെ കുറ്റം പറയുന്ന ആൾക്കാർ സക്സസ് ബറി തന്നെ ഉള്ളവരുണ്ടോ? അവരുടെ ഫസ്റ്റ് ലെഗ് വേറെ സക്സസ് ബറി ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ പോയി കുറ്റം പറയാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ അത് നമ്മൾ കൈവിട്ടാൽ അവരെ ഫസ്റ്റ് ലെഗും കാണുകയില്ല, സെക്കൻഡ് ലെഗും കാണുകയില്ല, ഒരു സാധനവും കാണുകയില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ ഉള്ള ആൾക്കാർ മറ്റേ കുറ്റം പറയാൻ നടക്കുന്ന ആൾക്കാരെ കൂടെ പോയാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലെ സമയങ്ങൾ നഷ്ടപ്പെടും, നമുക്കൊന്നും സംഭവിക്കില്ല. ട്രസ്റ്റ് ദ യൂണിവേഴ്സൽ പവർ. ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് ഒരു എനർജി ഉണ്ട്, ഈ പ്രപഞ്ചത്തിനൊരു ഒരു സത്യമുണ്ട്. അതിൽ വിശ്വസിക്കാൻ മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ, മുബീൻ സാറിന്റെ ഫേമസ് ആയിട്ടുള്ള സെന്റൻസുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ടീമിൽ വരാറുണ്ട്. നിങ്ങൾ ഈ ഭൂമിയിൽ ഒരു എനർജി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടാതെ പോവില്ല. പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾ ഇടുന്ന പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ റിസൾട്ട് വരാതെ ഒരിക്കലും നിങ്ങൾ ഇവിടുന്ന് പോവില്ല. അത് നിങ്ങൾ മനസ്സിലാകുക. ആ ഒരു സാധനം, ആ എനർജി നിങ്ങൾ പോസിറ്റീവായിട്ട് ഇടുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലേക്ക് ഇത് വളരും. കാരണം ഡയറക്റ്റ് സെല്ലിങ് ഞാനില്ലാതെ പോയോണ്ടോ നിങ്ങളില്ലാതെ പോയോണ്ടോ നിർത്തി പോകുന്നില്ല. മൈ ലൈഫ് സക്സസ് ഫ്രീ നിർത്തി പോവില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം, അത് വലുതാകും. ആ കൂട്ടത്തിൽ എനിക്ക് എന്ത് കിട്ടാൻ പറ്റുമെന്ന് നോക്കുക. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ കാര്യങ്ങൾ ഉണ്ടാകാൻ പറ്റും. സോ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്കൊരു ശക്തിയുണ്ട്. ആസ് എ ടീം നമുക്കൊരു ശക്തിയുണ്ട്, നമുക്ക് ഒരുമിച്ച് നിന്നാൽ സാധിക്കും. സോ എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഇത് മാജിക് ഓഫ് തിങ്കിങ് പറ്റി പറഞ്ഞിരിക്കുന്നതാണ്, ഇൻഹെയിൽ കോൺഫിഡൻസ് ആൻഡ് എക്സെയിൽ ഡൗൺ. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് കോൺഫിഡൻസോടുകൂടി വലിക്കുക, അല്ലെങ്കിൽ കോൺഫിഡൻസ് നിങ്ങൾ ശ്വാസത്തിന്റെ കൂടെ വലിക്കുക. എല്ലാ ഡൗട്ട്സും ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങൾ പുറത്തോട്ട് വരാം. പോട്ടെ, ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ വന്നതല്ല, കുറ്റം പറയാൻ വന്നതല്ല. ഞാൻ എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞാൽ ഞാൻ കുറ്റം കേൾക്കാൻ വന്നതല്ല, ചെയ്യാൻ വന്നതാണ്. കുറ്റം പറയുന്നത് പറയട്ടെ, അപ്പൊ പറയുമ്പോൾ ത്രില്ലുള്ളൂ. അപ്പൊ നമുക്ക് നടക്കട്ടെ, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയപ്പോ എന്നെ ഉപദേശിച്ച എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ടല്ലേ, അതായത് ഒരു കസിൻ ബ്രദർ ഉണ്ട്. പുള്ളിക്കാണ് ആദ്യം നമ്മളെ ഇത് ചെയ്തത്. എന്റെ അളിയാ എന്താ സംഭവം എന്ന് ചോദിച്ചത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞില്ല, പുള്ളിയുടെ മകന്റെ കല്യാണത്തിന് എന്റെ ജാഗ്വാർ ഞാൻ 2.5 മാസം രജിസ്റ്റർ ചെയ്തു, പക്ഷെ നമ്പർ എഴുതാതെ ഇട്ടു. ഫോർ രജിസ്ട്രേഷൻ വണ്ടിയപ്പാൻ. അങ്ങേരുടെ ഇപ്പോഴും അങ്ങേരുടെ DP മക്കള് രണ്ടുപേരും ജാഗ്വാറെ നിൽക്കുന്ന. എന്നെ കുറ്റം പറഞ്ഞ ചങ്ങാതിയാ. ഞാൻ പറയും ഇങ്ങനെ കുറ്റം പറയുന്നവരുണ്ടാവുന്ന, നമ്മൾ അവരെ സൈഡിൽ കൂടെ, അപ്പൊ അവിടെയല്ലേ ത്രില്ല് ഉണ്ടാകുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കുക, യുവർ മൈൻഡ് ഹാസ് എ ടെൻഡൻസി ടു ഡൗട്ട് പോസിറ്റീവ് തിങ്സ്. നിങ്ങളുടെ മനസ്സിനൊരു ടെൻഡൻസി ഉണ്ട്. ഇതും മാജിക് ഓഫ് തിങ്കിങ് പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ മനസ്സിനൊരു ടെൻഡൻസി ഉണ്ട് പോസിറ്റീവായുള്ള കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കാനാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ ആകത്തുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ 40 വയസ്സായിട്ടുണ്ടെങ്കിൽ 40 വയസ്സിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ആകത്തുക, അല്ലെ കേട്ടിരിക്കുന്ന പല കാര്യങ്ങളും നെഗറ്റിവിറ്റിയിലായിരിക്കും. നമ്മൾ നോക്കിയാൽ പത്രം തുറന്നാൽ, TV വെച്ചാൽ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നത്. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മളുടെ ജീവിതത്തില് നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാരെ കൂടെ നിൽക്കുന്ന അത്രയും ഒരു എനർജി വേറൊരു കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ ഉണ്ടാവത്തില്ല. സോ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നെഗറ്റീവ് കാര്യങ്ങൾ, അല്ലെങ്കിൽ സംശയ രോഗമാണ് നമ്മൾ പല ആൾക്കാരുടെ പ്രശ്നം. സോ ഡൗട്ട് ദ നെഗറ്റീവ് ആൻഡ് ട്രസ്റ്റ് ദ പോസിറ്റീവ്. നിങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ചിന്ത ഉണ്ടാകുമ്പോൾ അതിനെ അവിശ്വസിക്കുക. പോസിറ്റീവായിട്ട് ഇതിന് നല്ല ഔട്ട്കം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുക. വെൻ ഇൻ ഡൗട്ട് ത്രോ ദ ഡൗട്ട് ഔട്ട്, ഹാവ് എ ലിറ്റിൽ ഫെയ്ത്ത്. അതായത് നിങ്ങൾക്ക് സംശയം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ടിനെ തള്ളി പുറത്തോട്ട് കളയുക. ഒരു ചെറിയ വിശ്വാസം, ഒരു കടുകുമണിയോടെങ്കിലും വിശ്വാസം ഉണ്ടാകുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടാവും. സോ ഡൗട്ട് കിൽസ് മോർ ഡ്രീംസ് ആൻഡ് ഫെയിലിയർ എവർ വിൽ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തിൽ കുഴിച്ചിട്ട ഒരു വിത്തിനെ ഡൗട്ട് വെച്ചിട്ട് അത് തുറന്നു നോക്കരുത്, ഇതിന് വേരുകൾ തോന്നും, അവസാനം ഇല്ലാതെ പോകും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഈ ബിസിനസ് തുടങ്ങിയതാണെങ്കിൽ ഇതിന്റെ എൻഡ് എത്തിക്കാനായിട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക. കാരണം ഞാൻ ആലോചിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? ഇത് ചെയ്താലുണ്ടാകുന്ന ലാഭത്തെക്കാളും കൂടുതൽ ചെയ്തില്ലെങ്കിലും ഉണ്ടാകുന്ന നഷ്ടം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, എന്റെ കൂടെ പഠിക്കുന്ന പല ആൾക്കാരും ജീവിതത്തിൽ ചെയ്ത എത്രയോ കാര്യങ്ങളല്ല, എന്റെ കൂടെ സമകാലീനരായിട്ടുള്ള പല ആൾക്കാരും ചെയ്ത പല കാര്യങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് എന്തെല്ലാം കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്താൽ ഇനി അത് ചെയ്യാൻ പറ്റും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇൻ അവർ ബിസിനസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ബിൽഡ് ഫ്രം സീറോ. സപ്പോസ് നിങ്ങൾ ഇന്ന് സീറോയിലാണ് നിൽക്കുന്നത്, നിങ്ങൾ സപ്പോസ് അസ്യൂമിങ് നിങ്ങൾ 2 വർഷമായിട്ട് ബിസിനസ്സിലുണ്ട്, കാര്യമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ സീറോയിൽ നിന്ന് ഇനിയും തുടങ്ങാൻ പറ്റും. പക്ഷെ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണം. അതിന് ബിലീഫാണ് ഏറ്റവും വേണം, സ്വന്തമായിട്ട് വിശ്വാസം വേണം. ഞാൻ അഗെയിൻ പറഞ്ഞ പോലെ സക്സസ് ബറിക്ക് ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാക്കി തരാൻ മാത്രമേ പറ്റുള്ളൂ. യു മൈറ്റ് ഫെയിൽ ഫ്യൂ ടൈംസ്, but trust the dreams
യു വിൽ അച്ചീവ് ഇറ്റ്. നിങ്ങൾ ചിലപ്പോൾ ചില സമയത്ത് ഫെയിൽ ആയെന്നൊക്കെ ഇരിക്കാം, അത് ആരെ ഫെയിൽ ആകാതിരിക്കുന്നത്. സോ നമ്മുടെ ബിസിനസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻകവും സക്സസും ഒരു ടീം വർക്കിനെ ബേസ് ചെയ്തിട്ടാണ്. നല്ലൊരു ടീം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു ടീം വർക്കിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്ത് വരുമാനം കിട്ടുമ്പോൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുകയും അതിനെ ഫെയ്ത്തോടു കൂടി, വിശ്വാസത്തോടു കൂടി അതിനെ നിലനിർത്തുകയും ചെയ്യാന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ഒരു പ്രശ്നം, നിങ്ങൾ സപ്പോസ് 50 പേരെ 100 പേരുടെ ടീം ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് വിശ്വാസം ഇല്ല, ആ ടീമിന് ഒട്ടും വിശ്വാസം ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെടുത്ത പണി മുഴുവൻ 2-3 വർഷം എടുത്ത പണി മുഴുവൻ വേസ്റ്റ് ആയി പോകും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു ക്രോസ് ലൈനുമായിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ എന്താ ഇപ്പൊ പോവാ, നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും സംസാരിക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനൊരു സാങ്ക്ടിറ്റി ഉണ്ട്, ഇതിനകത്ത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ആ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ടീം അത് റിപ്പീറ്റ് ചെയ്യും. ആ ടീം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ടതും സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കേണ്ടതും ആൾക്കാരെ നയിക്കേണ്ടതും നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്, അല്ലാതെ താഴെയുള്ള ആൾക്കാരിൽ നിന്നല്ല. സോ നെവർ തിങ്ക് ദാറ്റ് യുവർ ടീം വിൽ ഹാവ് മോർ ബിലീഫ് ദാൻ യു. നിങ്ങളെക്കാളും കൂടുതൽ വിശ്വാസം നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഇതിനുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്, ടീമിനുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം നിങ്ങളുടെ ജീവിതത്തില് ഏറ്റവും കൂടുതൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് ഒരു ടീമിനെ നയിക്കാനായിട്ട് തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. എങ്കിലേ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ടീമിനകത്ത് എന്തുമാത്രം കാര്യങ്ങൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അത് നിങ്ങളെയും തുടങ്ങണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അഭിനയം അങ്ങ് നിർത്തുക. വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് സക്സസ് പ്രിയെ കുറിച്ചോ അപ്ലൈനെ കുറിച്ചോ എന്നെ കുറിച്ചോ ഒക്കെ പറയും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രം പറയുക, അത് റിപ്പീറ്റ് ചെയ്യുക, അത് മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള പണി നോക്കുക, ഇല്ലെങ്കിൽ അടുത്ത പണിക്ക് പോവുക. ഇത്രേ പറയുള്ളൂ. അല്ലാതെ അഭിനയം എന്ന് പറയുന്നത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ഒരു സമയം പിടിക്കും. കാരണം നമ്മൾ സിനിമാ നടന നടിയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നാടക നടന നടി അല്ലെങ്കിൽ ഇതിനകത്ത് അഭിനയിക്കാൻ നമ്മൾ എന്നോട് പണ്ട് എൻ്റെ ഒരു ഞങ്ങളുടെ അപ്ലൈ ഡോക്ടർ റസ്തോക്കി അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും അനാവശ്യമായിട്ട് പ്രൈസ് ചെയ്താൽ വിശ്വസിക്കില്ല, അത് ചിലപ്പോൾ നിങ്ങൾക്ക് പണിയായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. സോ രത്തൻ ടാറ്റയുടെ ഫേമസ് ചെയ്ത് നോക്കുക, ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് ദെൻ മേക്ക് ഇറ്റ് റൈറ്റ്. ഞാനും അതിനകത്ത് ഒത്തിരി വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ തീരുമാനങ്ങളും ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. തീരുമാനം എടുത്ത് അതിനെ ശരിയാക്കിയാൽ മതിയല്ലോ. എന്തിനാ നമ്മൾ എപ്പോഴും ശരിയായ തീരുമാനം എടുക്കാൻ വാശി പിടിക്കുന്നത്? ഈ ടാറ്റയുടെ സ്റ്റോറി തന്നെയാണ് എന്ന് നിങ്ങളോട് പറയാനുള്ളത്. അവര് ടാറ്റ ഇൻഡിക്കാന്നൊരു കാർ ഇറക്കി 1998. അതിന്റെ ആദ്യത്തെ കാർ ടാറ്റ ഇൻഡിക്കയുടെ ആദ്യത്തെ സീരീസിലുള്ള ഒരു കാർ മേടിച്ച ആളാണ് ഞാൻ. 1999 ഈ കാർ ഞാൻ മേടിച്ചിരുന്നു. ആ കാറ് മേടിച്ച സമയം 98 തന്നെ മേടിച്ചു. സോറി, ഐ തിങ്ക് 99 മേടിച്ചു. ആ ടാറ്റ ഇൻഡിക്കയുടെ ആദ്യത്തെ കാറ്. പക്ഷെ 16,000 കിലോമീറ്റർ അതിന്റെ ഫ്രണ്ടിലത്തെ 2 ടയർ വെട്ടിത്തെഞ്ഞു പോയി. പല പ്രശ്നങ്ങളായിരുന്നു. ലോറി ഓടിക്കുന്നവരായിരുന്നു. ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. അത് കഴിഞ്ഞ് എന്ന് പറയാൻ ടാറ്റയുടെ ഒരു വണ്ടി മേടിച്ചിട്ടില്ല, അത് വേറൊരു കഥ. പക്ഷെ ടാറ്റ അത് കഴിഞ്ഞ് ആ സമയത്ത് ടാറ്റ കാറിനകത്ത് ഇറങ്ങിയ സമയത്ത് അതൊരു ഫെയിലിയർ ആയി. ആദ്യത്തെ കാർ ഫെയിലിയർ ആയി. വർഷങ്ങളോളം അദ്ദേഹം ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ അദ്ദേഹത്തിനോട് ശരിക്കും പറഞ്ഞാല് പലരും ഉപദേശിച്ചു, നിങ്ങൾക്ക് പറ്റിയ കാണിയല്ല കാർ ഉണ്ടാക്കുക എന്നുള്ളത്. നിങ്ങൾ ട്രക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, നിങ്ങൾ ട്രക്ക് ഉണ്ട്. അതിന് മുമ്പ് പല കാറുകളും ഉണ്ടാക്കിയിട്ട് വലിയ വിജയിച്ചില്ല. ടാറ്റ എസ്റ്റേറ്റ്, ടാറ്റ സഫാരി, ഇതെല്ലാം ഞാൻ ഓടിച്ചിട്ടുണ്ട്. ടാറ്റ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു സാധനം, നല്ലൊരു വണ്ടിയായിരുന്നു. ചെറിയൊരു 2 ഡോറേ ഉള്ളൂ. എന്റെ ഒരു അമ്മാവനുണ്ടായിരുന്നു. ഞാൻ അന്തം വിട്ട് ആ വണ്ടി ഓടിച്ചിട്ടുണ്ട്. നല്ല വണ്ടിയാണ്, സൂപ്പർ വണ്ടിയായിരുന്നു. പക്ഷെ അതൊക്കെ ട്രക്ക് പോലെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവരോട് ടാറ്റയുടെ ആൾക്കാർ നമ്മളെ ഉപദേശിക്കുന്ന പോലെ അവരെ ഉപദേശിക്കുന്ന ആളുണ്ടാവുമല്ലോ. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല കാർ ഓടിക്കാന്നുള്ളൂ, കാർ ഉണ്ടാക്കാന്നുള്ളൂ, ഇത് വിൽക്കാൻ പറഞ്ഞു, ഈ ഒരു മേഖല വിൽക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, എന്നാ വിറ്റേ കൈ ഇത് നോക്കണ്ട, ട്രക്ക് എങ്കിൽ ട്രക്ക്, അതുകൊണ്ട് നടക്കാതെ എന്തിനു വെറുതെ പോകുന്ന മനുഷ്യനല്ലേ. എപ്പോഴും നിരന്തരം ആൾക്കാർ പറയുമ്പോൾ നമ്മളും വിചാരിക്കും എന്നാ ശരിയാ അതങ്ങ് ചെയ്തേക്കാവുന്ന. ടാറ്റയാണെങ്കിലും ബിർളി ആണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഇത് വിൽക്കാൻ തീരുമാനിച്ചത്. ബയറായിട്ടുള്ള ആളെ നോക്കിയോ ഫോർഡ് മോട്ടോർ കമ്പനിയാണ്. അവർ ലോകത്തിലെ ഏറ്റവും വലിയ കാർ മേക്കേഴ്സ് ആണ്, ഏറ്റവും പുരാതനമായിട്ടുള്ള കാർ മേക്കേഴ്സിൽ ഒന്നാണ്. അപ്പൊ അവർക്ക് ഈ കാർ വിൽക്കാനായിട്ട് ഇത് ചെയ്യാനായിട്ട് ഇദ്ദേഹം അവരുടെ ഓഫീസിൽ ചെല്ലുന്നു. അത് ഡെട്രോയിറ്റിലാണ്, US-ലാണ്. അവിടെ ചെല്ലുന്നു, ഫോർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെല്ലുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അതിന്റെ ഫോർഡിന്റെ ഓണർ, ഫോർഡിന്റെ കൊച്ചുമാൻ, ഹെൻറി ഫോർഡിന്റെ കൊച്ചുമാൻ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത പണിക്ക് എന്തിനാ പോകണം? നിങ്ങളെ കൊണ്ടൊന്നും ഒരു കാർ ഉണ്ടാക്കാൻ പറ്റില്ല, അത് ഞങ്ങളെ പോലെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ അത് ഇൻസൾട്ട് ആയി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളിപ്പോ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ പെരുവഴിയിലാവും, അതുകൊണ്ട് ഞാൻ സഹായിക്കാമെന്ന് എന്തോ ഒരു ഉപദേശം കൊടുക്കുന്ന പോലെ അദ്ദേഹത്തിന് ഉപദേശിച്ചു. രത്തൻ ടാറ്റ എന്ന് പറയുന്നത് വളരെ ധീരനായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പറഞ്ഞു, ഓക്കെ ലെറ്റ്സ് ക്ലോസ് ദ ഡീൽ എന്ന് പറഞ്ഞാൽ പുള്ളി എന്ത് ചെയ്തു, ആ ഡീല് അവിടെ ഉപേക്ഷിച്ചിട്ട് പുള്ളി തിരിച്ചു പോകും. പുള്ളി പറഞ്ഞു, ഞാൻ വിൽക്കുന്നില്ല എന്ന്. അവർ ഞെട്ടിപ്പോയി. കാരണം ഇയാൾ ദാരിദ്ര്യം കൊണ്ട് വിൽക്കാൻ ചെന്നാന്നാ വിചാരിച്ചു.
വിറ്റു. അയാൾ വിറ്റ് ഇത് ചെയ്തില്ല. ആ കാറിന്റെ ഞാൻ തന്നെ നോക്കിക്കോട്ടെ, ഞാനൊന്നുകൂടെ നോക്കട്ടെ ഇത് ശരിയാൻ പറ്റും, നിങ്ങൾ ഈ പറഞ്ഞ തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം കാറിന്റെ ആ ഡീൽ വേണ്ടെന്ന് വെച്ചിട്ട് അത് തിരിച്ചു പോന്നു. തിരിച്ചു വന്നിട്ട് പിന്നെ സെറ്റ് ബാക്ക് ആയിരുന്നു. ടാറ്റ ഇന്ത്യയുടെ V2 ഇറക്കി, V3 ഏതാണ്ടൊക്കെ ഇറക്കി. അവസാനം ടാറ്റ വിജയ്. ഇപ്പൊ നമുക്ക് ഇന്നറിയാം, ഇന്ന് നല്ല നല്ല കാറുകൾ ടാറ്റ ഉണ്ട്. പ്രത്യേകിച്ച് EV രംഗത്തും വലിയ SUV രംഗത്തൊക്കെ സൂപ്പർ കാർ, ടാറ്റയുടെ നെക്സോൺ ആയിക്കോട്ടെ, EV രംഗത്തുള്ള ചെറിയ കാർ, പഞ്ച് മുതല് മുകളോടുള്ള എല്ലാ കാർ, എല്ലാം നല്ല സൂപ്പർ കാറുകളായി മാറി. ആ സമയത്ത് എന്താ സംഭവിച്ചത്? ഈ അഹങ്കാരം പറഞ്ഞ ഫോർഡുകാരന് ഈ പറഞ്ഞ അവന് പണി കിട്ടി, അവന്റെ ബിസിനസ് താന്നുപോയി, അവർ വലിയ നഷ്ടത്തിലേക്കായി. അപ്പൊ ടാറ്റയുടെ ബിസിനസ് വലുതായി, ഇവന്റെ ബിസിനസ് താഴോട്ടായി. നിങ്ങൾ പറയുന്ന ഇത്രേ ഉള്ളൂ. ഇപ്പൊ മൈലൈഫിനേക്കാളും വലിയ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ നെറ്റ്വർക്കുമായിട്ട് വരുന്ന ആൾക്കാരോ, അതല്ലെങ്കിൽ സക്സസ് പ്രിയേക്കാളും വലിയ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെ കുറെ കഴിയുമ്പോൾ നമ്മളിൽ സത്യം ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കും, അവരിൽ സത്യം ഉണ്ട് അവർ നിലനിൽക്കും. അപ്പൊ ആരാ നാളെ ഉണ്ടാകുന്ന പണിയെടുത്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇദ്ദേഹം വളരെ ഹെവി ലോസ് എടുത്ത ഫോർഡിന്റെ കമ്പനിയിൽ അദ്ദേഹം ചെന്നു. 2008 അവര് ബാങ്ക്രപ്സി ആയി. അതായത് 8 വർഷത്തിനുള്ളില് ഫോർഡ് പാപ്പരാകാറായി. സമയത്ത് അവര് ഫോർഡ് ഈ സാധനം വിൽക്കാനായിട്ട് ലോകത്തിൽ പലരെ സമീപിച്ചു. അപ്പൊ രത്തൻ ടാറ്റ പറഞ്ഞു ഞാൻ മേടിച്ചോളാം എന്ന്. അപ്പം ഈ പണ്ട് രത്തൻ ടാറ്റ ഇത് വിൽക്കാൻ അമേരിക്ക പോയപ്പോൾ ഇവര് തിരിച്ച് അമേരിക്കയിൽ നിന്ന് രത്തൻ ടാറ്റയുടെ ഓഫീസിൽ വന്നു, ബോംബെ വന്ന സമയത്ത് ഈ രത്തൻ ടാറ്റ തിരിച്ച് കളിയാക്കിയില്ല. നമ്മൾ തിരിച്ച് കളിയാക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് ചില ആൾക്കാരെ നമ്മളെ കളിയാക്കാനും പ്രൊവോക്ക് ചെയ്യാനും പോകുമ്പോൾ നമ്മൾ സമാധാനമായിട്ടിരുന്നാൽ മതി. നാളെ കാലം തെളിയിച്ചോളൂ, നമ്മൾ അതിന് പോയി ഇപ്പൊ ചെയ്യണ്ട. എന്റെ ഫാദർ പറയാറുണ്ട്, ചെളിയിൽ കയറുന്ന ഉറങ്ങുന്ന പന്നിയായിട്ട് വഴക്കുണ്ടാക്കാൻ പോകരുത്, നമ്മൾ ചെളിയാവും എന്ന് പറയാറുണ്ട്. അതുപോലെ അദ്ദേഹം വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. അദ്ദേഹം ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു, അന്നേരം ബിൽ ഫോർഡ്, അതായത് ഹെൻറി ഫോർഡിന്റെ കൊച്ചുമോൻ പറഞ്ഞു, യു ആർ ഡൂയിങ് എ ബിഗ് ഫേവർ ടു അസ് ബൈ ബൈയിങ് ജാഗ്വർ ആൻഡ് ലാൻഡ് റോവർ. JLR ജാഗ്വർ ലാൻഡ് റോവർ എന്നുള്ള ഈ കാറിന്റെ ബ്രാൻഡ് ഞങ്ങളോട് മേടിക്കുന്നത് ഞങ്ങൾക്ക് വലിയ ഉപകാരമാണ്, നിങ്ങളോട് വളരെ നന്ദിയുണ്ടെന്ന് അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു. അന്നേരം അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം നമുക്ക് വരും നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കാർ മേക്കേഴ്സിൽ ഒന്നാണ് ടാറ്റ, രണ്ടാമത്തെ മൂന്നാമത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നത് നമ്പർ ഓഫ് ഇതിൽ. ജാഗ്വർ ലാൻഡ് റോവർ ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കാർ മേക്കേഴ്സ് ആണ്. ഏറ്റവും കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ജാഗ്വർ ലാൻഡ് റോവർ ഇവരുടെ കയ്യിലാണ്. സോ ദ ഡീൽ വാസ് ഫൈനലൈസ്ഡ് ബൈ $2.3 ബില്യൺ. $1 ബില്യൺ എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ്. അപ്പൊ 8 × 16 24, ഏകദേശം 20,000 കോടി രൂപ ക്യാഷ് കൊടുത്ത്, ഓൾ ക്യാഷ് കൊടുത്തു. ക്യാഷ് ഞാൻ ചെക്ക് എഴുതി കൊടുത്ത് പിടിച്ചോളാൻ പറഞ്ഞു, ഷെയർ ഒന്നും മേടിച്ചില്ല, അങ്ങനെ പറഞ്ഞു വിട്ടു. ഇതാണ് അവസ്ഥ. അപ്പൊ ഞങ്ങൾ പറയേണ്ടത്, ലോകത്തിൽ ആരും ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. ഞാൻ ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല. ഇപ്പൊ എന്നെ കുറ്റം പറയുന്നത് നാളെ ചിലപ്പോൾ എന്നെക്കാളും വലുതാക്കണം, ആകട്ടെ, അവർക്ക് യോഗ കൊണ്ട് ചെയ്യട്ടെ, പണിയെടുക്കണം. അല്ലാതെ ആരെ തോപ്പിച്ചിട്ട് വലുതാകാൻ നിന്നാൽ ഒന്നും ആകത്തില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാവേണ്ടത്, സോ ജാഗ്വാറിന്റെ ഈ ഒരു സാധനം, അല്ലെ ടാറ്റ JLRന്റെ ഒരു സാധനം തന്നെ ഒരു വലിയ ഇതാണ്. അദ്ദേഹം പറഞ്ഞാണ് DOUBT UBT അങ്ങ് ചെയ്യുക. സോ ഡൗട്ടിൽ നിന്ന് അതിന്റെ അവസാനത്തെ 3 അക്ഷരങ്ങൾ അങ്ങ് മാറ്റുക, ബാക്കി വരുന്ന അങ്ങ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇത്രേ ഞാൻ നിങ്ങളോട് പറയാനുള്ളൂ. സോ അപ്സ് ആൻഡ് ഡൗട്ട്സ് ആർ ഇൻ ലൈഫ് വെരി ഇമ്പോർട്ടന്റ് ടു അസ് ടു കീപ് അസ് ഗോയിങ്. അപ്സ് ആൻഡ് ഡൗൺസും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ നമ്മൾ ECG ഗ്രാഫ് എന്ന് നേരെ വരുന്ന ഒറ്റ ലൈനിൽ വരുന്ന നമ്മൾ മരിച്ചുപോയി എന്നാണ് അർത്ഥം, അല്ലെ? നമുക്ക് മനസ്സിലാവും. അതുപോലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ടേക്കിംഗ് റൈറ്റ് ഡിസിഷൻസ്, ഐ ടേക്ക് ഡിസിഷൻസ് ആൻഡ് മേക്ക് ദം റൈറ്റ്. എത്തണ്ടാറ്റേണ്ടതാണ്. സോ യുവർ ഡ്രീം മൈനസ് യുവർ ഡൗട്ട് ഈസ് യുവർ റിയാലിറ്റി. നല്ല സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക. ഇതുപോലെ ഡ്രീം കൊല്ലാൻ വരുന്ന ആൾക്കാരെ മാറ്റി നിർത്തുക. നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാകാതെ മുന്നോട്ട് പോവുക. യു ആർ വിത്ത് ദ മോസ്റ്റ് പൊട്ടൻഷ്യൽ ബിസിനസ് ഡയറക്ട് സെല്ലിംഗ്. നമ്മുടെ വലിയൊരു ഇവന്റ് വരുന്നുണ്ട്, വെറി ബ്ലാസ്റ്റ്. 18 ഡിസംബറിലാണ്. 15-ാം തീയതിക്ക് മുമ്പ് ടിക്കറ്റ് എടുക്കുക. അതിന്റെ ടിക്കറ്റിന്റെ വിലയും പറഞ്ഞ് ഓരോ പോരാളി ഷാജി എന്നും പറഞ്ഞ് കേട്ട് വെറുതെ ജീവിതം കളയണ്ട. അതിനൊക്കെ പുറകെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരും ഒന്നും ചെയ്യാനുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് നിങ്ങൾ മുടക്കുന്ന 600-800 രൂപയ്ക്കുള്ള വാല്യൂ എന്നെ 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. ഇത് ഈ ബിസിനസ്സിനകത്തുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇവന്റ്സ്. സോ ഈവന്റ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് ഇടയ്ക്കിടയ്ക്ക് വന്നാലേ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഇല്ലെങ്കിലും, ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇത് നടക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിന് അതിൻ്റെതായ രീതിയിൽ നടത്താനുള്ള ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അതിന്റെ ടിക്കറ്റ് ഒക്ടോബർ 15 മുമ്പ് നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത 2 ദിവസം കൊണ്ട് കിട്ടുന്നുണ്ടാവും. അതിനെക്കുറിച്ച് സെഷനും വരുന്നുണ്ടാവും. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക. SBG ഈസ് യുവർ ഗോൾഡൻ വിങ്സ് ടു ഫ്ലൈ. നിങ്ങൾക്ക് പറക്കാനുള്ള സ്വർണ്ണ ചിറകുകളാണ്. നിങ്ങൾക്ക് സ്വർണ്ണ ചിറകുകളൊക്കെ ഉള്ളപ്പോൾ പറക്കണം, എഴുതി നടക്കരുത്. മഴവില്ലിന്റെ മുകളിൽ പറക്കണം. ആ മഴവില്ലിന്റെ മുകളിൽ പറന്നാലുള്ള മനോഹാരിത ആസ്വദിക്കാനുള്ള കഴിവുള്ളവരുടെ കൂടെ നിൽക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഐ ആം ദി ബെസ്റ്റ്. I earn 1 lakh a month. I am a successful SBG leader.
ഐ ആം ഇഗ്നൈറ്റഡ് ആൻഡ് ടുഡേ ഇസ് മൈ ബെസ്റ്റ് ഡേ. ജീവിതത്തിൽ ഇത് നിരന്തരമായിട്ട് പറയാ. ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആ പോസിറ്റിവിറ്റി നിങ്ങളെ വലിയ വലിയ ലെവലിലേക്ക് നയിക്കും. നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ആവും. നിങ്ങളുടെ ഉള്ളിൽ ഡൗട്ട് ആണെങ്കിൽ ചുറ്റും ഡൗട്ട് ആയിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്ന രണ്ട് ഫോർമാൻമാരാണ്, മിസ്റ്റർ ഡൗട്ടും മിസ്റ്റർ സക്സസും. ഡൗട്ട് നിങ്ങൾ പണി കൊടുത്താൽ ഡൗട്ട് ഇങ്ങനെ ചെയ്തു, ഇല്ല ശരി എന്നാ ശരിയാണോ ശരിയാണോ ഇത് അതങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ ഇതൊക്കെ നോക്കും. പക്ഷെ നിങ്ങൾ പണിയെടുക്കുന്ന നിങ്ങളുടെ മിസ്റ്റർ സക്സസിന് പണി കൊടുത്താൽ അവൻ നിങ്ങളെ വിജയിപ്പിക്കാൻ കൊണ്ടുപോകും. സോ അത് മനസ്സിലാക്കുക. യു ഹാവ് ടു ക്രിയേറ്റ് എ ഗ്രേറ്റ് ഡേ. ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ലെറ്റ്സ് ക്രിയേറ്റ് വണ്ടേഴ്സ് ടുഗദർ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നല്ല 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 നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സീ ടുമോറോ വിത്ത് അനദർ ലീഡർ, അനദർ ടോപ്പിക്. എല്ലാവരും രാവിലത്തെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുക. കാരണം ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് മീറ്റിങ്ങുകൾ ചെയ്യുന്നത്. അവർ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അല്ലാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു വഴിപാട് പോലെ നടക്കേണ്ട കാര്യങ്ങളല്ല. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന് കേട്ട് മനസ്സിലാക്കി ചെയ്ത് മുന്നോട്ട് പോവുക. God bless you. See you tomorrow as a winner. Bye bye.